ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നോട്ടല്ലോ കേട്ടോ, ഇച്ചിരി പൊക്കമുണ്ട് കയറാനായിട്ട്. ഇവിടെ നിന്ന് അടിപൊളി ഫോട്ടോഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ നല്ല സേഫായിട്ട് പറ്റിയൊരു സെറ്റിങ് കേട്ടോ. കല്ലൊക്കെ ഉണ്ട്. മിഡിൽ ക്ലാസ് ഫാമിലി ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പോകുന്ന ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഞ്ചാലിമേടാണ്. അപ്പോൾ പാഞ്ചാലിമേട്ടിലെ വിശേഷങ്ങൾ ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാഞ്ചാലിമേട് വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇവിടെ വരുന്നത്, ഇവിടെ എത്ര രൂപയാണ്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇവിടെ, ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ ക്ലൈമറ്റ്, കുറേ ആൾക്കാരൊക്കെ ശരിക്കും മഴയാണ് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് വരാതിരിക്കും. അപ്പം ഇത് ഇപ്പം ഇവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലുണ്ട്, പക്ഷേ തണുപ്പാണ്, ഇടയ്ക്കിടയ്ക്ക് കോട വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു ക്ലൈമറ്റാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം നോക്കട്ടെ, സമയം 10:49. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കോട ഉണ്ടായിരുന്നു വന്ന സമയത്ത്. ഞങ്ങളിപ്പോൾ വ്യൂ പോയിൻ്റിൻ്റെ മുകളിൽ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ച് വെയിലായി. പക്ഷേ വെയിലിന് കട്ടിയൊന്നുമില്ല, വെയിൽ നല്ല തണുത്ത ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരികയും പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. ഈ പ്രാവശ്യം ഞാൻ എന്തായാലും ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നില്ല, വീഡിയോ കറക്റ്റ് ഫേസ് കാണിച്ച് തന്നെ എല്ലാ ലൊക്കേഷൻ്റെയും ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഒരു ഫാമിലി ബ്ലോഗായിട്ട് ചെയ്യാൻ തീരുമാനിച്ച് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ഞാൻ നിൽക്കുന്നത് പാഞ്ചാലിമേടിൻ്റെ മുകൾ വശത്താണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങിയ വീഡിയോ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അങ്ങനെ പാഞ്ചാലിമേട്ടിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പാഞ്ചാലിമേടിൻ്റെ ഫസ്റ്റ് എൻട്രൻസിൽ നിന്ന്, അതായത് മെയിൻ റോഡിൽ നിന്ന് പാഞ്ചാലിമേടിൻ്റെ ഫസ്റ്റ് എൻട്രൻസിലോട്ട് ഞങ്ങളിങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല വെയിലാണ്. ഞങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞത് ഇവിടെ ഭയങ്കര മഴയാണ്. അതെ, ഞങ്ങളുടെ കൂട്ടുകാരൻ ChatGPT നോക്കിയിട്ട് പറഞ്ഞത് ഇവിടെ ഭയങ്കര മഴയാണ്, അത് കാരണം അവൻ വരത്തില്ലെന്ന് പറഞ്ഞു. അവൻ്റെ പേരൂടെ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുകയാണ്, അഖിൽ. അപ്പം എന്ത് ഒരു പൈപ്പൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട് ഇവിടെ സൈഡിൽ, പൈപ്പൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. വെള്ളം ചെയ്തത് കുടിവെള്ളം ഓരോ സ്ഥലത്തോട്ട് കൊണ്ടുവന്ന കുടിവെള്ളമാണ്. എന്തായാലും ഈ വഴി നേരെ കയറി ചെല്ലുന്നു. അപ്പോൾ ഇവിടെ ഒന്നും വലുതായിട്ട് കാണാനൊന്നുമില്ല, മൊത്തം വഴിയും തിരിയും വളവും മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ്ട് ഈ ഒരു സ്പോട്ട് ഇതും കാണിച്ചത് അങ്ങോട്ട് പിടിച്ച് ഇതൊക്കെയുള്ള ഇത് തന്നെയാണ് മൊത്തം സ്ഥലത്ത് അങ്ങോട്ട് കാണുന്നത്. അപ്പം നമുക്കിനി കുറച്ചുകൂടെ മുകളിൽ ചെന്നിട്ട് കാഴ്ചകൾ കാണാം. അപ്പം പാഞ്ചാലിമേടിൻ്റെ നമ്മുടെ മെയിൻ പോയിന്റിലോട്ട് എത്തപ്പെടാൻ പോവുകയാണ്. എത്തപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 കിലോമീറ്ററൂടെ ഉള്ളതാണ്. ഇവിടെയൊക്കെ ടൂറിസ്റ്റ് ബസ്സൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സ്റ്റേയുടെ ഇതുണ്ട് കേട്ടോ, റിസോർട്ടുണ്ട്. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയൊക്കെ കാണാൻ പറ്റും. കാരണം നല്ല തിരക്കുണ്ട് ഇവിടെ, മൊത്തം നല്ല ട്രാവലറും കാറും ഒക്കെ വന്ന് നിരന്ന് കിടക്കുക. ഈ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ പാഞ്ചാലിമേടൊക്കെ വ്യൂ പോയിന്റ് ഒന്നും കാണാൻ പറ്റത്തില്ലെങ്കിലും വല്ലാത്തൊരു അനുഭവമാണ് ശരിക്കും. ഭയങ്കര രസമെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. എന്തായാലും ഞങ്ങൾ തന്നെ പാഞ്ചാലിമേടിൻ്റെ കറക്റ്റ് എൻട്രൻസിലോട്ട് അപ്പോൾ ഇതാണ് പാഞ്ചാലിമേടിൻ്റെ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കയറുമ്പോൾ ഇതുപോലൊരു മണ്ഡപം കാണാം. അവിടെ കുറേ കൊച്ചു പിള്ളേരൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും റീലൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മേഘമെല്ലാം മഞ്ഞായിരുന്നു, അതെല്ലാം പൊതുവെ ഇങ്ങനെ മാറിയിട്ടുണ്ട്. കൂടാതെ വെയിൽ വന്നു. വെയിലിൻ്റെ ഒപ്പം തന്നെ നല്ല അടിപൊളി, വെയിലെന്ന് പറയാൻ ചൂടും കാര്യങ്ങളൊന്നുമില്ല, ഒരു അടിപൊളി സെറ്റപ്പ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് മുകളിൽ ചെല്ലണം. അങ്ങ് ഏറ്റവും ഉള്ളതുകൊണ്ട് അവിടെ ഒരു സംഭവം കണ്ടോ, ഒരു ആർച്ച് പോലെ, അതിൻ്റെ മുകളിലാണ് നമുക്ക് ചെല്ലേണ്ടത്. ഇതിൻ്റെ ഈ വ്യൂ പോയിൻ്റാണ്. ആ സിപ്പ് ലൈൻ പോയതുകൊണ്ട് അവിടെ നിൽക്കുന്നത് കേട്ടോ. അവിടെ നേരത്തെ വണ്ടി ഉണ്ടായിരുന്നു, ഇപ്പോൾ വണ്ടിയില്ല. നമ്മളിത് ആ റോഡിൽ കൂടെ നടന്ന് ഇങ്ങോട്ട് വരണം. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ കയറിയിട്ട് വരാൻ പറ്റുമെന്ന് അവർ പറയണേ. ഇപ്പുറത്തെ സൈഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കുറേ കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുരിശിൻ്റെ കൂടെ വേറെ കുരിശൂടെ വരുന്നില്ലേ. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും പരിപാടിയും എല്ലാം ഉണ്ടേ. ഇത് കണ്ടോ, എൻ്റെ പൊന്നും, പക്കാ വ്യൂ എന്ന് വെച്ചാൽ പക്കാ വ്യൂ. അതുകൊണ്ട് ആ മലയുടെ മണ്ടയ്ക്ക് വന്ന് ഇങ്ങനെ മഞ്ഞിറങ്ങി വരുന്നതും ഇതുണ്ട. വാഗമണ്ണാണോ ഇതെന്ന് തോന്നുന്നു, എന്താണോ അറിയത്തില്ല. ഇതുണ്ട, ഇവിടുന്ന് ഈ സാധനം ഇങ്ങനെ കാറ്റടിച്ച് ഇവിടത്തോട്ട് വരികയും ചെയ്യുവേ. നല്ല രസമാണ്. അതുകൊണ്ട് ഇപ്പോൾ അപ്പുറത്തെ സൈഡൊക്കെ മഞ്ഞിറങ്ങി തുടങ്ങി.
ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നല്ല വെയിലാണ്, പക്ഷേ അങ്ങനെ ചൂടൊന്നും അറിയാനില്ല. നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇവിടെ ഒരു മണ്ഡപമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം വരാൻ പറ്റിയൊരു സാഹചര്യമാണ്. എല്ലാവരും പറയുന്ന മഴയാ കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെ മഴയോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ശരിക്കും വന്ന് എൻജോയ് ചെയ്തിട്ട് ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ഇതുണ്ട് അതേണ്ട അവിടെയൊക്കെ റിസോർട്ടൊക്കെയാണ് കാണുന്നത്. റിസോർട്ടാണ് അതേണ്ട. ഒരു ഫോണിൽ എടുക്കുന്നതിനാണ് കോപ്പി റൈറ്റ് അടിക്കുന്നത്, 2 ഫോണിൽ എടുക്കുന്നതിന് കോപ്പി റൈറ്റ് ഒന്നുമില്ല. ഇവിടെ താഴെ കൂടെ ജീപ്പ് വന്ന ഒരു വ്യൂ ഉണ്ടോ? ഇത് ഈ മല ഒരു കുറേ കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പണ്ട് പഞ്ചപാണ്ഡവരൊക്കെ വന്ന് ഒളിഞ്ഞു വന്ന് താമസിച്ച സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു ഭുവനേശ്വരി ക്ഷേത്രമൊക്കെ ഉണ്ട്, നമുക്കത് കാണാം. ഒന്ന് ഇതെല്ലാം കയറി മണ്ടക്കയിലും കാരണം ഇവിടെ ഒത്തിരി സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഇവിടെ സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടും വ്യൂവിന് വേണ്ടിയിട്ടൊക്കെ ഇരിപ്പുണ്ട്. അടിപൊളിയാണ്. എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കയറിയിട്ട് കാണിക്കാം. അപ്പം ഗേസ് ഞങ്ങൾ വേണ്ട ഈ മല കയറാൻ പോവുക കേട്ടോ. എൻ്റെ ഈ മല കയറാൻ പോവാണ്. എൻ്റെ പെണ്ണുമ്പിൾ ഇവിടെ പോയി. ഇവിടെ ഉണ്ട്. ബാ കൈ വിട്ട് അപ്പം പൊയ്ക്കളയും. ബാ അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന ഈ മലയിലോട്ട് കയറുന്ന കല്ലും ഇതൊക്കെ കേട്ടോ. ഇതുണ്ടോ ഇവിടെ നിന്ന് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നോട്ടല്ലോ കേട്ടോ. ഇച്ചിരി പൊക്കമുണ്ട് കയറാനായിട്ട്. അപ്പം മലയുടെ മൊത്തമുള്ള സീനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കല്ലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞ് മണ്ടയ്ക്ക് പോയിട്ട് നിൽക്കുക. അതുകൊണ്ട് നമ്മൾ സിപ്പ് ലൈൻ വരുന്ന സ്ഥലം അതെന്താ കാണുന്നത്. ഇതുണ്ട് ഈ വഴി കൂടെ ഇറങ്ങി നാട്ടിൽ നിന്ന് വേണം പിന്നെ തിരിച്ച് പോകാൻ. അവരുടെ വണ്ടി കംപ്ലൈൻ്റ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഏകദേശം മുകളിൽ എത്താറായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലെത്തി ഇനിയും വ്യൂ പോയിന്റിൽ ആ മലയും കൂടെ കയറി ഇറങ്ങി പോകണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ വന്ന എവിടെ നിന്നാണ് ഇതുണ്ടോ. അപ്പോൾ നമ്മൾ ആ മലയൊക്കെ കയറി മോളിൽ വന്നു കേട്ടോ. ഇവിടെ വേണ്ട അതുകൊണ്ട് അതാ വ്യൂ പോയിൻ്റ് ലൊക്കേഷൻ ആ കാണുന്നതാണ്. ആ കാട്ടിൻ്റെ അകത്ത് ചെറിയ ഇതിലൂടെ അങ്ങോട്ട് പോകുന്നതാണ് വ്യൂ പോയിൻ്റ്. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നോക്കുന്നുണ്ട്, ഇതുവരെ കണ്ടില്ല. ഞങ്ങളെന്തായാലും പതുക്കെ പറയുന്നത് ട്രോളുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തന്നെ അങ്ങോട്ട് പോവാണ്. പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ വീഡിയോ ഒക്കെ കാണിക്കാം. ഇതുണ്ടോ മഞ്ഞും മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ. ഇത് നോക്കി അവിടെ ഭയങ്കര വെയിൽ, ഇവിടെ ആണെങ്കിൽ വെയിലില്ല. അപ്പുറത്തെ സൈഡ് ഭയങ്കര വെയിൽ. അതുകൊണ്ട് ആ ഏരിയ മൊത്തം കാണാം. ഇതുണ്ടോ ഫുൾ ഏരിയ കാണുന്നുണ്ട്. ഇവിടെ വെയിൽ ഒന്നുമില്ല. അതുകൊണ്ട് അപ്പുറത്തെ സൈഡ് മൊത്തം വെയിൽ. അതുകൊണ്ട് അതാണ് വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തോട്ട്. ഇവിടെ വ്യൂ പോയിൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. എന്താ അവിടുന്ന് കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ വമ്പൻ ട്രോൾ എന്നെ ട്രോളിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി വ്യൂ പോയിൻ്റൊക്കെ കാണാം. നടക്കാൻ വയ്യാന്ന് പറഞ്ഞവളെ പിടിച്ച് വലിച്ചുകൊണ്ട് ഞാൻ പൊക്കോണ്ടിരിക്കുക, എന്നിട്ട് അവൾ എന്നെ ട്രോളിക്കൊണ്ടിരിക്കണേ. ഇതുണ്ടോ കാർമേഘം വന്ന് കൂടുക, നമ്മുടെ മുകളിൽ എത്തുകയും ചെയ്തു കേട്ടോ. ഇതുണ്ടോ കാർമേഘമാണോ മഞ്ഞാണോ എന്ന് അറിയത്തില്ല, ഇങ്ങനെ വന്ന് നിറഞ്ഞ് കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ചെറിയ മഴച്ചാറ്റിൽ ചാറുന്നുണ്ട്. അതിന് മുമ്പ് ആ മരത്തിൻ്റെ ചവിട്ടിലെങ്ങാനും പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് ഓടുക. ഇതാണ് നമ്മൾ പറഞ്ഞ വ്യൂ പോയിന്റ്. അപ്പോൾ അതെ ഈ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ കൂടെ വേണം നമുക്ക് പോകാനായിട്ട് കേട്ടോ. ഞാനിത് ഫ്രണ്ടിലാക്കി കാണിച്ചു തരാം. കണ്ടോ ഫുള്ള് ഇതായിട്ട് കിടക്കുന്നതാണ്. ഇതിലേക്കൂടി ഇങ്ങനെ മല ഇത് കയറി വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ വ്യൂ പോയിന്റിൻ്റെ അറ്റത്തെത്തിയിരിക്കുകയാണ്. കാർമേഘ നിൽക്കുന്നുണ്ടോ. അപ്പം ഇവിടെ ഫുള്ള് ദേ ഇതുപോലെ കിടക്കുന്ന പോരെ ഫുള്ള് ദേ ഇങ്ങനെ മൊത്തം പുല്ല് പിടിച്ചിരിക്കുന്ന കേട്ടോ. ഇവിടെ ഒരു കല്ലൊക്കെ ഉണ്ട്. ഇവിടെ അട്ടയുണ്ട്. നരകപാത എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവത്തെ പറ്റി. എന്തോണെന്ന് എനിക്കറിയത്തില്ല, അത് തന്നെയാണോ എന്നൊന്നും അറിയത്തില്ല. അത് ഇവിടെ ഒരു ചെറിയ വഴിയൊക്കെ അങ്ങോട്ടുണ്ട്. അടിപൊളി വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ വ്യൂ ആയി കാണുന്നത് കേട്ടോ.
അങ്ങനെ കുറേ കൊച്ചു പിള്ളേരൊക്കെ അപ്പുറത്തൊക്കെ മാറി ഇന്ന് കളിക്കുന്നുണ്ട്. ഇപ്പുറത്തെ തെന്നി താഴെയും പോയിന്. ഇവിടെ മതി മതി, അത്രയൊക്കെ മതി. ഇച്ചിരി വീഡിയോ എടുത്ത് ഇങ്ങോട്ട്. എനിക്ക് പേടിയാ. എല്ലാം അവിടെ നിന്ന് എടുത്താൽ മതി. കുറച്ച് ചെറിയൊരു പാതയേ അതുള്ളൂ കേട്ടോ. ഈ പാതയിൽ കൂടെ വേണം നമ്മളിങ്ങനെ നടന്നു പോകാനായിട്ട്. കണ്ടെത്തിയിട്ടേക്കാണ്. കൊക്കെ ചാടി ചാവാമ്പമാണ് വിജേഷ്. നടന്നോളൂ നടന്നോളൂ. അയ്യോ, മതി 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 മതി. അപ്പുറം കുഴിയാണ്. ഓക്കെ, അവിടം വരെ പോവാം. അനി ഞങ്ങൾക്ക് എന്താ വേണം? താൻ പോയിട്ട് പാടോ? വാടാ. അപ്പോൾ ഓക്കെ, ഇത് സ്ഥലം കണ്ടോ? നമ്മൾ വന്ന സ്ഥലമാണ് ഇത്. അങ്ങോട്ടൊന്ന് സൂം ചെയ്തേ. സൂം ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. കാർമേഘം അവിടെ ഇരുണ്ട് കൂടിയിട്ടുണ്ട്. എനിക്കൊന്ന് അവിടെ മഴയാന്ന് തോന്നുന്നു. ഓക്കെ, തിരിച്ച് കയറുവാണ്. ഇറങ്ങി പോവുകയാണ് പാഞ്ചാലി വീട്ടിൽ നിന്ന്. ആ അമ്പലം കണ്ടില്ല കേട്ടോ. അമ്പലം തോണ്ട് അവിടെയാണ്. ആ കാണുന്നത്. വന്ന് കയറിയ സൈഡിൽ ഫസ്റ്റ് കണ്ടൊരു ക്ഷേത്രമാണ്. അവിടെയായിരുന്നു. ഞാൻ വെച്ച് ഇതിൻ്റെ മുകളിലാണെന്നാണ് വിചാരിച്ചത് കേട്ടോ. അമ്പലം ഞാൻ കാണിച്ചു തരാം. ആ കാണുന്ന അമ്പലം അതുകൊണ്ടത്. എൻ്റെ ഈ കാണുന്നതാണ് അമ്പലം. അതപ്പുറത്തെ വഴി ശകലം കയറി ചെന്നാൽ മതി. ഒരു സാധനം വരുന്നത് കാണിച്ചു തരാതെ. ഹിന്ദി അതേ വരുന്നു. സിപ്പ് ലൈനിലെ ആൾക്കാർ വരും കേട്ടോ. ആൾക്കാർ വരുമല്ലോ, ശരിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എടുപ്പൊക്കെ ഇന്നത്തെ ഇവിടുത്തെ കഴിഞ്ഞ്. ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട് ഒരാൾ ഓടി വരുന്നുണ്ട് കേട്ടോ വീഡിയോ കിട്ടാനായിട്ട്. അപ്പോൾ പാഞ്ചാലി വീട്ടിലെ വീഡിയോയുടെ മൊത്തം കാര്യങ്ങൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കയറുന്നതിൻ്റെ ടിക്കറ്റ് ഒരാൾക്ക് 25 രൂപയാണ് കേട്ടോ. അപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നതിനോ കാര്യങ്ങളൊക്കെ പുറത്താണ്. അതിന് എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ വേറെ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ താഴെ എവിടെയെങ്കിലും റോഡിൽ ഇടാൻ പറ്റും. പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കണമെന്നെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് കയറണം. ഇവിടെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇതുകൂടാതെ ഇവിടെ വരുവാണെങ്കിൽ നല്ല ഫോട്ടോഷൂട്ടിങ്ങിന് പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇത് കണ്ടോ നിങ്ങളിതിൻ്റെ ബാക്ക്. ഞങ്ങളുടെ എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതൊക്കെ ഞങ്ങൾ ഫോട്ടോഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റിലെ കൊക്കയുടെ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ടുള്ളൊരു ലൊക്കേഷനിലുള്ളൊരു സീറ്റാണ് ഇത് കേട്ടോ. ഇത് ഞാൻ ശരിക്കും ബാക്കിൽ നിന്ന് എടുത്തരാം, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇതുണ്ടോ, ഇവിടെ ഇരിക്കുന്ന കൂട്ടുള്ളൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അങ്ങനെ ഒത്തിരി ഇവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഫോട്ടോഷൂട്ടിങ്ങിന് പറ്റിയത്. നമുക്ക് വന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയതൊക്കെ ആയിട്ടുള്ള ഗവൺമെൻറ് അപ്രൂവലായിട്ടുള്ള അടിപൊളി പ്ലേസ് എന്ന് വെച്ചാൽ അടിപൊളി പ്ലേസാണ്. അപ്പം വരാൻ താല്പര്യമുള്ളവരൊക്കെ വരിക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ജൂൺ ജൂലൈ സമയത്ത് വന്ന് കാണുന്നതാണ് അടിപൊളി. ചില സമയത്ത് ഇവിടുത്തെ ക്ലൈമറ്റ് പെട്ടെന്നാണ് മാറി മറയുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വണങ്ങാനം വെള്ളച്ചാട്ടം തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അതും നമുക്ക് കണ്ടിട്ട് പോകാം. കൂടാതെ പാഞ്ചാലിമേടും വാഗമണ്ണും ഒക്കെ ഇതിൻ്റെ അടുത്താണ്. അപ്പം ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ സംഭവം കൂടെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ പതുക്കെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.